ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മളിന്നൊരു മിനി ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. കുട്ടി ഡ്രാമയാണെങ്കിലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ളൊരു അടിപൊളി ഡ്രാമയാണ്. അപ്പോൾ നമ്മൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അവൾ ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കര വിഷമത്തോടു കൂടെ നടന്നു വരുന്നൊരു സീനാണ് കാണിക്കുന്നത്. മാത്രമല്ല വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നടന്നു വരുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തട്ടി വീഴാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പേപ്പറൊക്കെ താഴെ വീഴുന്നുണ്ട്. ഇത് കാണുന്ന സിസ്റ്റർ വന്നിട്ട്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ചെക്കപ്പിന് വരുമ്പോൾ തനിച്ച് വരുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നോടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയിന് ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും കല്യാണം ആയിട്ടില്ല. അവളുടെ എൻഗേജ്മെന്റ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. അവളുടെ ഫിയാൻസിയെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് വിളിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ നെക്സ്റ്റ് ടൈം വരാം, ഞാൻ ഇപ്പം തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമയം ഇങ്ങനെ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അവൾ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് നേഴ്സ് ചോദിച്ച ചോദ്യത്തിന് അവൾ ആൻസർ കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വരണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്ന് വെച്ചിട്ട് ഒരു മീറ്റിംഗ് വന്നു, അത് കാരണമാണ് പോയത്. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് എന്നോടൊപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ നമ്മുടെ നേഴ്സാണെങ്കിൽ ഹീറോയിനോട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും വിഷമിക്കാനായിട്ട് പാടില്ല. നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര എന്തോ സങ്കടത്തിലാണെന്ന്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത സീനിൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. അവനൊരു വലിയ ബിസിനസ്മാൻ ആണ്. ഈ സമയം അവൻ ആരോടും ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും ആ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു സീനാണ് കാണിക്കുന്നത്. അവൾ അപ്പോഴും ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ നടന്നു വന്നിരുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചിട്ടും അവളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഈ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനോ ഒരു പെൺകുട്ടി വന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിരുന്നു. അവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. വന്ന പാടെ അവളാണെങ്കിൽ നിനക്ക് കണ്ണില്ലേ, നോക്കി നടന്നൂടെ, മറ്റൊരാളിങ്ങനെ നടന്നു വരുന്നത് ശ്രദ്ധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ഹീറോയിനും, എന്താ നിനക്ക് കണ്ണില്ലേ, ഞാൻ നടന്നു വരുന്നത് നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ തിരിച്ചും അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തായാലും ഹീറോയിനോട് അവള്, നീ ഒരു വലിയ പണക്കാരനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് അഹങ്കാരത്തിനല്ലേ നീ ഇതൊക്കെ സംസാരിക്കുന്നത്? എങ്കിൽ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞ അവനല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിനും അത് വലിയൊരു ഷോക്കായിരുന്നു കേട്ടോ. അവനല്ലേ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, നിനക്കൊരു പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാ അന്ന് ഞാൻ നിന്നെ ഫുള്ള് മയക്കിയിട്ട് ഒരു റൂമിലേക്ക് കടത്തി വിട്ടിരുന്നത്. പക്ഷേ അന്ന് ആ റൂമിൽ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് നിന്റെ ഫിയാൻസി അല്ലായിരുന്നു. നിന്റെ ഫിയാൻസിയോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലല്ലോ. അത് കാരണം ഇവളുടെ ഭാഗത്തുള്ള ആ സ്വത്തുക്കളെല്ലാം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഇവളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഫിയാൻസി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഉടനെ നമ്മുടെ ഹീറോയിൻ അവനോട്, ഞാൻ ഈ കേട്ട സത്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ, നീ കേട്ട സത്യം തന്നെയാണ്, നിന്നെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെയും ഈ സത്യം നിന്നോട് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിൽ എൻ്റേതല്ലാത്ത കുട്ടിയെ ഞാൻ വളർത്തേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. മാത്രമല്ല അവനാണെങ്കിലും വേറൊരു കാര്യം കൂടെ അവളോട് പറയുന്നുണ്ടായിരുന്നു. നീ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നും, എനിക്ക് നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടക്കുന്ന നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണം ഇവിടെ വെച്ച് നിർത്താനും, എനിക്ക് നിന്റെ അനിയത്തിയാണ് ഇഷ്ടം, എനിക്ക് അവളെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇതെല്ലാം സ്വപ്നം കാണുന്നതാണോ അതോ യാഥാർത്ഥ്യമായിട്ട് നടക്കുന്ന കാര്യമാണോ എന്നൊന്നും അറിയാൻ പറ്റാതെ അവൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊക്കെ അവർ പറഞ്ഞിട്ടും നമ്മുടെ ഹീറോയിൻ ഫുൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഇവനല്ല എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെങ്കിൽ പിന്നെ ആരായെന്നുള്ളതിൽ ഒരു ചോദ്യത്തിലായിരുന്നു. അങ്ങനെ അതും മനസ്സിലിട്ടുകൊണ്ട് അവൾ വളരെ വിഷമത്തിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് വേറെ ആരും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, അവളുടെ വീട്ടിലുള്ളവരോ മറ്റാരും തന്നെ. മാത്രമല്ല ഇവളുടെ ഫിയാൻസിയുടെ അമ്മയായിരുന്നു അവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ മകന്റെ കുട്ടിയല്ല നമ്മുടെ ഹീറോയിന്റെ വയറ്റിലുള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം ഹീറോയിനെ കണ്ടിടാത്ത ഒരു അവസ്ഥയായിരിക്കുവാണ്. അങ്ങനെ കുറേ മാസങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ ഹീറോയിന് ഡെലിവറി പെയിനും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു നോർമൽ ഡെലിവറി നടക്കാതെ സർജറി ചെയ്തായിരുന്നു കുട്ടിയെ പുറത്തെടുത്തിരുന്നത്. പക്ഷേ അവൾക്ക് ബോധം വന്ന് നോക്കുന്ന സമയത്ത് അവളുടെ കുട്ടി അവളുടെ അടുത്തില്ലായിരുന്നു. അവളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ ഫിയാൻസിയുടെ അമ്മയായിരുന്ന ഒരാളില്ലേ, അവരും നമ്മുടെ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്ററുമായിരുന്നു. അവരോട് എൻ്റെ കുട്ടി എവിടെയെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ അവരെല്ലാവരും നമ്മുടെ ഹീറോയിനോട് കള്ളം പറയുന്നുണ്ടായിരുന്നു, നിന്റെ കുഞ്ഞ് മരിച്ചുപോയെന്നും മാത്രമല്ല നീ ഇനി ഒരിക്കലും അമ്മയാകത്തില്ല എന്നും. ഹീറോയിനാണെങ്കിൽ അത് വലിയൊരു ഷോക്കായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എന്തെങ്കിലും കാണിക്കാനൊക്കെ പറയുമ്പോഴത്തേക്കും അവരതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അവളങ്ങനെ വളരെ സങ്കടത്തോടെ അവിടെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 5 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ഹീറോയിൻ ഒരു ആക്ട്രസ്സാണ്. ഇങ്ങനെ കുട്ടി കുട്ടി പരസ്യങ്ങളിലും ഷോർട്ട് ഫിലിമിലൊക്കെയാണ് അവൾ അഭിനയിക്കുന്നത്. എത്രയൊക്കെ അവൾ അഭിനയിച്ച് സമയം പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കുഞ്ഞിൻ്റെ ആ ഓർമ്മ അവൾക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ ഹീറോയാണ്. ഹീറോ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവൻ വലിയൊരു ബിസിനസ്മാനാണ്. അവൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അത് കാരണം ഇപ്പോൾ ഒരു ക്രീം എടുത്ത് വെച്ചിട്ട് അവൻ പറയുന്നുണ്ട്, ഈ ക്രീം വെറും ഒരു ക്രീം അല്ല എന്നും, ഈ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വലുതായിട്ട് പ്രായമൊന്നും തോന്നിക്കത്തില്ല. അത് കാരണം എനിക്ക് അങ്ങനെ ടൈപ്പുള്ള ഒരു പരസ്യമാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ എംപ്ലോയി അവൻ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു ബാറിൽ നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻ ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓഡീഷന് പോകുന്ന കാര്യമാണ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ആ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പോകാനായിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അവിടെ പോകുന്ന സമയത്ത് അവിടെ നിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റമുണ്ട്. അത് കാരണം ഉറപ്പായിട്ടും അവൾക്ക് തന്നെയായിരിക്കും സെലക്ഷൻ കിട്ടുന്നത്. നീ പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പെങ്കൊച്ചെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററിൻ്റെ ആളാണെന്ന് തോന്നുന്നു. അത് കാരണമാണ് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഹീറോയിൻ അതൊന്നും കേൾക്കാതെ ഞാൻ ഉറപ്പായിട്ടും ആ ഓഡീഷന് പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന അവളാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ കൈയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു റൂമിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്തിടുന്നുണ്ടായിരുന്നു. അതൊരു ഇരുട്ട് റൂമായിരുന്നു കേട്ടോ. ഹീറോയിൻ ആകെ അകപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു. അവൾ ഡോറിലൊക്കെ തട്ടി ആ പെങ്കൊച്ചിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും ഹീറോയിൻ അങ്ങനെ ആകെ ഭയന്ന് വിറച്ച് അവിടെ ഇങ്ങനെ നടന്നു നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ ഒരു ഭംഗിയുള്ളൊരു കൊച്ചുകുട്ടി നിൽക്കുന്ന കാണുന്നത്. ഇതേ സമയം അവിടെ നമ്മുടെ ഹീറോയും ഉണ്ടായിരുന്നു കേട്ടോ, ആ സെയിം ബാറിൽ. ഹീറോ ആണെങ്കിൽ ഒരു പയ്യനെ ഇങ്ങനെ അടിച്ചിട്ട് അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യനാണെങ്കിൽ, അയ്യോ ചേട്ടാ എന്നോട് ക്ഷമിക്കേ, ഞാൻ അവനെയും കൊണ്ട് ഇവിടെ വന്നത് തന്നെയാണ്, ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ്, പെട്ടെന്ന് വെച്ച് അവൻ എങ്ങോട്ടാണ് പോയെന്ന് ഞാൻ കണ്ടില്ല എന്ന് നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പയ്യനെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയുടെ ബ്രദറായിരുന്നു കേട്ടോ. എന്തായാലും ഹീറോ ആണെങ്കിൽ ആകെ പരിഭ്രമത്തിൽ അവിടെ ഫുള്ള് അവൻ്റെ മകൻ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ റൂമിൽ അകപ്പെട്ട് നിൽക്കുന്ന ഈ കൊച്ചുകുട്ടിയെ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ, നീ എങ്ങനെ ഇവിടെ എത്തി, ഇങ്ങ് വാ ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അവ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അവളുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് കാണിച്ചിട്ട്, നിനക്ക് ചോക്ലേറ്റ് വേണോ, നീ പേടിക്കാതെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പറയുമ്പോൾ ആ കൊച്ചുകുട്ടി പെട്ടെന്ന് ഓടി വന്നിട്ട് ഹീറോയിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ, വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഇല്ല, നീ കരയേണ്ട, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനോട് നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് പറയുമ്പോഴും അവനൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവനെ ഇങ്ങനെ തലോട് നോക്കുന്ന സമയത്തായിരുന്നു അവന് ഭയങ്കരമായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. ആ സമയം, നിന്നെ എന്താ ഇങ്ങനെ പനിക്കുന്നത്, നിനക്ക് നേരത്തെ പനി ഉണ്ടായിരുന്നോ, അതോ ഇപ്പോൾ ഇവിടെ വെച്ച് പേടിച്ചിട്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അവനൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു ഹീറോ ഒരു കാര്യം ആലോചിച്ചിരുന്നത്. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ അത്ര പ്രായം തന്നെ ഉണ്ടാവുമായിരുന്നു, മാത്രമല്ല ഇവനെ പോലെയൊക്കെ തന്നെ ഉണ്ടാവുമായിരുന്നൊക്കെ ചിന്തിച്ചിട്ട് അവൾ വളരെ വിഷമത്തിലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആ കുട്ടിയെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. അവളങ്ങനെ അതിനു വേണ്ടിയുള്ള വഴി കണ്ടെത്തുന്ന സമയത്തായിരുന്നു അവൾക്ക് എന്തോ ഒരു സ്മെല്ല് വരുന്ന പോലെ അവൾക്ക് തോന്നിയിട്ട് നോക്കുന്ന സമയം അവിടെ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അന്നേരം അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ആ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഡോറിന് പുറത്ത് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത് കാരണം അവൾക്ക് തുറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ കുട്ടിയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിച്ച് പുറത്ത് വിടണം എന്നുള്ള സാഹചര്യത്തിൽ അവൾ തള്ളി തുറക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ചെറുതായിട്ട് ഡോർ ഓപ്പൺ ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്യാപ്പിലൂടെ നമ്മുടെ ഈ കൊച്ചുകുട്ടിയെ അവൾ ഇറക്കി വിടുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പോകാനായിട്ട് ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് ആ കുട്ടി അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ പുറത്ത് പോയിട്ട് വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് എന്നെ രക്ഷിക്കുന്നതും കൂടെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു വിട്ടിരുന്നത്. പക്ഷെ ആ കുട്ടി പോയതിന് ശേഷം നമ്മുടെ ഹീറോയിന് ബോധം പോയിട്ട് അവൾ അതിനകത്ത് തല കറങ്ങി വീഴുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് വെച്ച് ആ കുട്ടി ഓടി വരുന്നുണ്ടായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ചിട്ട്, നീ ഇത്രയും സമയം എവിടെ പോയിരിക്കുമായിരുന്നു, ഞാൻ എന്തോരം പേടിച്ചു നിനക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ അവനെ നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ റൂമിലേക്ക് തന്നെയായിരുന്നു കേട്ടോ. അവിടേക്ക് പോയിട്ട് അവൻ ആ റൂമിലേക്ക് ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു. ഹീറോ പെട്ടെന്ന്, നീ ഇതിനകത്തായിരുന്നോ, ഇതിനകത്ത് എന്താന്ന് പറഞ്ഞിട്ട് ഡോർ തുറന്നു നോക്കുന്ന സമയത്തായിരുന്നു ഹീറോയിൻ അതിനകത്ത് തലകറങ്ങി വീഴുന്നു കിടക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ അവന് കാര്യം പിടികിട്ടുന്നുണ്ടായിരുന്നു. ഇവൻ ഈ റൂമിനകത്തായിരുന്നുവെന്നും ഈ പെൺകുട്ടിയാണ് ഈ കുട്ടിയെ രക്ഷിച്ചു എന്നുള്ള കാര്യം. എന്തായാലും അത് കാരണം അവൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് ഹീറോയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഇവരവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഹീറോയിനെ അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ടായിരുന്നു പോയിരുന്നത്. എന്തായാലും നേരെ അവൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ ഹീറോയിന് ബോധം വരുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിരുന്നത്. അവളിങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട്, അയ്യോ എനിക്ക് നാളെ ഓഡീഷൻ ഉള്ളതാണല്ലോ, എൻ്റെ ഫേസ് ആകെ വല്ലാതെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു
ഐക്രീം എടുത്ത് തേക്കുന്നുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയുടെ കമ്പനിയുടെ തന്നെയായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്നേക്ക് അവിടേക്ക് ഹീറോ കയറി വരുന്നത്. അന്നേരം ഹീറോയിൻ നിങ്ങളാരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാനാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ നീ രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾക്ക് ആ കുട്ടിയുടെ അച്ഛനാണിതെന്ന് മനസ്സിലായിരുന്നത്. ഇത് മനസ്സിലാക്കിയ പാടെ ഇവളാണെങ്കിൽ ഹീറോയോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ? ഇത്രയും ചെറിയ കുട്ടിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ ബാറിലേക്കൊക്കെ കൊണ്ടുവരുന്നത്? നിങ്ങൾ കാരണമാണ് ഈ വരുന്ന തലമുറയൊക്കെ ചീത്തയായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വല്ലാതെ കിടന്ന് അലക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കേട്ടുകൊണ്ട് വരെ നമ്മുടെ ഹീറോയുടെ അനിയനാണെങ്കിൽ ചേട്ടനൊന്നും പറയണ്ട, ഞാൻ അവനെ അവിടേക്ക് കൊണ്ടുവന്നത്, എനിക്കൊരു അബദ്ധം പറ്റി പോയതാണെന്നും പറയുന്നുണ്ടായിരുന്നു. നിങ്ങളാരാ? ഞാൻ നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ആ ഹീറോയുടെ അനിയൻ ചെക്കനാണെങ്കിൽ എന്നെ മനസ്സിലായില്ലേ, ഞാൻ ഈ കമ്പനിയുടെ മാനേജറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ മാനേജറോ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചേട്ടനല്ലേ? അപ്പോൾ ഇത് ആ കമ്പനിയുടെ CEO ആണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനവൻ എസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപാടെ ഹീറോയിനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്ട്സാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളതും, ഇതുപോലെ നല്ലൊരു പ്രോഡക്റ്റ്സ് ഞാൻ ഇതുവരെ മേടിച്ച് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, അവൾക്ക് എങ്ങനെയെങ്കിലും ആ വലിയൊരു കമ്പനിയുടെ മോഡൽ ആവണമായിരുന്നു. അത് കാരണമായിരുന്നു ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്തും ഹീറോയുടെ വേറെ കുറച്ച് കാര്യങ്ങളായിരുന്നു ആലോചിച്ചിരുന്നത്. ഹീറോയിനെ ആദ്യം കണ്ട സമയത്ത് തന്നെ അവൾ എവിടെയോ വെച്ച് കണ്ട ഒരു ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ എവിടെയെന്നൊന്നും അവനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ്റെ കുട്ടിയെ അവളെ രക്ഷിച്ച കാര്യവും പിന്നെ ബാറിലേക്ക് കൊണ്ടുപോകാനൊക്കെ വഴക്ക് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. സോഫ്റ്റ് കോർണറല്ല, അവൻ്റെ കുട്ടിയെ അവളെ നന്നായിട്ട് നോക്കുമെന്നുള്ള രീതിയിൽ. എന്തായാലും ഹീറോയിനാണെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് വെച്ചായിരുന്നു അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. ചമ്മാതെ ഇവരോട് ആ കാര്യം ഡയറക്റ്റായിട്ട് എന്നെ ചോദിച്ചാലോ, ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവൾ ഡയറക്റ്റായിട്ട് എന്നെ ഹീറോയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്, നിങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ വേറൊരു മോഡൽസിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ അതിൻ്റെ മോഡലാക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഒന്നും തന്നെ ആലോചിക്കാതെ അതിലിപ്പോൾ എന്താ ആക്കാലോ, പക്ഷേ ഞാൻ എന്നോടൊരു കാര്യം ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ കല്യാണം കഴിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ മോഡലാക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാണ്ടായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവണമെന്ന് വിചാരിച്ചിട്ട് അയ്യോ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, അതിനിങ്ങനെ കല്യാണം എന്നൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്തിനായി പറയുന്നത്, ഞാൻ ചുമ്മാ ചോദിച്ചതാ, ശരി എന്നാൽ എന്നെ എന്തായാലും സഹായിച്ചെന്ന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവൻ്റെ കുട്ടിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലും ഒന്നും തന്നെ കഴിക്കാതെ പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ പിണങ്ങി ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ആ നിന്നെ രക്ഷിച്ച ആ പെൺകുട്ടിയെ വിചാരിച്ചിട്ടല്ലേ, എന്തായാലും അവൾ പോകുന്നതിന് മുന്നേ നിനക്ക് തരാനായിട്ട് ഒരു ലെറ്റർ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പേപ്പർ അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനവൻ ഓപ്പൺ ചെയ്ത് വായിക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതുന്നത് നീ എന്നെ രക്ഷിച്ചെന്ന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, നമുക്ക് ഇനിയും കാണാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് കാണുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും പിന്നെയും ഭയങ്കരമായിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ആ കുട്ടീൻ്റെ മടിയിലേക്ക് എടുത്തിട്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അവളെ കാണാഞ്ഞിട്ടാണോ? നമുക്ക് അവളെ മുൻ പരിചയമൊന്നുമില്ല, നിന്നെ ജസ്റ്റ് നല്ല രക്ഷിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ, അതിലെന്തെങ്കിലും അവളോർത്തിങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവൻ്റെ പിണക്കം മാറ്റാൻ അവൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഈ കുട്ടിയെ അവളെ കാണിക്കാതെ ഇനി ഈ പിണക്കം മാറ്റില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അഡ്രസ്സ് തേടി പിടിച്ച് നേരെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.